ഹലോ, നമ്മൾ ഇന്ന് ജലേബീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട കേട്ടോ, ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, ഞാനിതിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ടേബിൾ സ്പൂൺ ഗീ ആവശ്യമായിട്ടുണ്ട്, നെയ്യ്. ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. കൈകൊണ്ട് ചെയ്താലും മതി. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിനൊരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഏകദേശം 1 കപ്പോളം, ഒരു 3/4 ടു 1 കപ്പോളം വെള്ളം ആവശ്യമായിട്ട് വന്നു. ഇതിന് കട്ടയൊന്നും കെട്ടാണ്ട് ഒരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. ഇതിലേക്ക് ഞാൻ ലേശം ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്, യെല്ലോ ഫുഡ് കളർ. അതുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് എടുക്കണം. ആക്ച്വലി ഞാൻ എടുത്ത അളവ് കുറച്ച് കുറഞ്ഞു പോയും തോന്നി, കാരണം നിങ്ങൾ 2 കപ്പ് ഷുഗർ എടുത്തിട്ട് ചെയ്തോളൂ കേട്ടോ. ഇതിപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് എനിക്ക് വളരെ കുറച്ചായിട്ടാണ് തോന്നിയത്. ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തണം ഇത്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അതിലേക്ക് നമുക്കൊരു 1/2 മുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ 1 സ്ട്രിങ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 മുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാൻ പോവാണ്. ഇതിലേക്ക് ഞാൻ ലേശം യെല്ലോ ഫുഡ് കളറും പിന്നെ ഒരു ഇച്ചിരി ഉപ്പും, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും, പിന്നെ കുറച്ച് കാർഡമം പൗഡറും ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ 1 മണിക്കൂറിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഒരു സോസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഞാനിതിനൊന്ന് ടൈറ്റായിട്ട് കെട്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് ചെയ്തെടുക്കാം, ജലേബീസ് ആക്കിയിട്ടെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഹോട്ടായിരിക്കണം കേട്ടോ നിങ്ങളുടെ ഓയിൽ. ഒത്തിരി ചൂടാവാനും പാടില്ല, ഒത്തിരി തണുത്ത് പോകാനും പാടില്ല. നല്ലോണം ലോയിലായി പോയാൽ നമ്മുടെ ജിലേബീസ് ഫ്ലാറ്റായിട്ട് പോകും. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ബാച്ച് അങ്ങനെ ആയിട്ട് പോയി. പക്ഷെ പിന്നെ ഉള്ളതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരും. അപ്പോഴേക്കും നമുക്കിതിനെ എടുത്തിട്ട് നേരെ ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒരു ഇച്ചിരി വാമായിട്ടിരിക്കണം, ഒരു ചൂടായിട്ടിരിക്കണം. അപ്പോഴാണ് നമ്മുടെ സിറപ്പ് ഈ ജലേബിയിലേക്ക് കടക്കുള്ളൂ. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ഷുഗർ സിറപ്പ് ഇത്തിരി കുറഞ്ഞു പോയി. ഞാൻ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, അത് ചെക്ക് ചെയ്തോളൂ നിങ്ങൾ. ഇതിനൊന്നൊരു 20-30 സെക്കൻഡ് ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് വെക്കണം. അതിനുശേഷം നമുക്കിതിനെ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി അടുത്ത ബാച്ചസ് കൂടി ചെയ്യാം. ഇങ്ങനെ വിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതും ആയിട്ടുണ്ട് ഏകദേശം. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാ ജലേബീസും ഞാൻ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ജലേബീസ് മൊത്തമായിട്ട് റെഡി ആയിട്ടുണ്ട്. ചിലതൊക്കെ ഫ്ലാറ്റായിപ്പോയി, അത് ടെമ്പറേച്ചറിൻ്റെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ. ബാക്കിയൊക്കെ നന്നായിട്ട് വന്നു. എന്തായാലും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ജലേബീസ് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ്. ഇത് ഞാൻ കുറച്ച് ഐസ്ക്രീം കൂടി കൂട്ടി കഴിച്ച് നോക്കാണ്ട്. നല്ല ചൂടുള്ള ജലേബിയും തണുത്ത ഐസ്ക്രീമും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.